ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് വിജയമുറപ്പുള്ള രണ്ട് മണ്ഡലങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ അമേഠിയും സോണിയാഗാന്ധിയുടെ റായ്ബറേലിയും. അമേഠി എന്നും കോൺഗ്രസിനെയും ഗാന്ധി കുടുംബത്തിനെയും ചേർത്തു പിടിച്ചിട്ടേയുള്ളൂ. മോദി തരംഗമുണ്ടായ 2014 ഉത്തർപ്രദേശ് BJP തൂത്തുവാരിയപ്പോഴും അമേഠിയും റായ്ബറേലിയും കോൺഗ്രസിനെ കൈവിട്ടില്ല. 2004, 2009, 2014 വർഷങ്ങളിലായി തുടർച്ചയായി 3 തവണ രാഹുൽ വിജയിച്ച മണ്ഡലമാണ് അമേഠി. അതും മിന്നുന്ന ഭൂരിപക്ഷത്തിലുള്ള വിജയങ്ങൾ. 2014 മാത്രമാണ് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ അമേഠി നിരാശപ്പെടുത്തിയിട്ടുള്ളത്. 2004 ലോക്സഭയിലേക്കുള്ള ആദ്യത്തെ മത്സരത്തിൽ രാഹുൽ ഗാന്ധിക്ക് അമേഠി 2 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകി. 2009 3,70,198 രാഹുൽ ഗാന്ധി ഭൂരിപക്ഷമുയർത്തി. 2014 രാജ്യമെങ്ങും മോദി തരംഗം ആഞ്ഞുവീശിയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുവെങ്കിലും ഭൂരിപക്ഷം 3 ലക്ഷത്തിൽ നിന്നും 1,07,903 കുറഞ്ഞു. 2019 കാര്യങ്ങൾ എത്തുമ്പോൾ രാജ്യത്ത് പഴയ പോലെ മോദി തരംഗമില്ല. മാത്രമല്ല, ദേശീയ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ മോദിക്കൊത്ത് എതിരാളിയായി വളർന്നിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ വരവാകട്ടെ UPയിൽ കോൺഗ്രസിന് ജീവശ്വാസവും നൽകിയിരിക്കുകയാണ്. ഇതെല്ലാം കോൺഗ്രസിന്റെ അനുകൂല ഘടകമാണ്. രാഹുൽ ഇത്തവണ അമേഠിയിൽ വൻ വിജയം നേടുമെന്ന് ഉറപ്പിച്ചു പറയാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്ന 2 ഘടകങ്ങൾ മായാവതിയുടെ SP-യും അഖിലേഷ് യാദവിന്റെ BSP-യുമാണ്. 2014 കോൺഗ്രസും SP-യും BSP-യും ഒരുമിച്ചായിരുന്നില്ല തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് BSP 57,716 വോട്ടുകളും SP 25,527 വോട്ടുകളും സ്വന്തമാക്കിയിരുന്നു. 2019 എത്തി നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും മായാവതിയും ഒരേ ചേരിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ SP-യുടെയും BSP-യുടെയും വോട്ടുകൾ കൂടി അമേഠിയിൽ രാഹുലിന് ലഭിക്കും. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താത്തതിൽ ആ വോട്ടുകളും രാഹുലിന് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോൾ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. എന്നാൽ BJP-യുടെ പ്രതീക്ഷ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളിലാണ്. 2012 47 സീറ്റുകളിൽ നിന്ന് 2017 BJP നേടിയത് 312 സീറ്റുകളാണ്. ഇതും BJP-യെ ആശ്വസിപ്പിക്കുന്ന ഘടകമാണ്. ന്യൂസ് ഡെസ്ക്, Big 14.